എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ രീതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വാട്സപ്പ് ഹാക്കിങ്ങിനെ കുറിച്ചാണ്. വാട്സപ്പ് ഹാക്കിങ്ങിനെ കുറിച്ചുള്ള 2 പോയിന്റുകളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒന്നാമതായി എങ്ങനെ വാട്സപ്പ് ഹാക്ക് ചെയ്യാമെന്നും, രണ്ടാമതായി വാട്സപ്പ് ഹാക്കിംഗ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ എങ്ങനെ തടയാമെന്നും, ഈ 2 കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിച്ചതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, വാട്സപ്പ് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കാരണം നിങ്ങളുടെ ഫോണിൽ ഏറ്റവും പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നത് വാട്സപ്പ് ആണ് എന്നുള്ള വസ്തുത നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വാട്സപ്പ് ഉള്ള ഫോൺ ലോക്ക് ചെയ്യാതെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്താൽ നിങ്ങളുടെ വാട്സപ്പ് അവർക്ക് പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ അവസ്ഥ പെൺകുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ മരണത്തിലേക്ക് വരെ നയിക്കപ്പെടുവാൻ സാധ്യത ഉണ്ട് എന്നതാണ് ചുരുക്കം. ഇത് ആർക്കും തള്ളിക്കളയുവാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം അങ്ങനെ മരണം സംഭവിച്ചവരും നമ്മുടെ ഇടയിൽ ധാരാളം പേരുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല, എങ്കിലും നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ട് മറ്റുള്ളവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യരുത്. അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അത് തികച്ചും മോശമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ വാട്സപ്പ് എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മറ്റൊരാളുടെ വാട്സപ്പ് ഏത് ഫോൺ ഉപയോഗിച്ചാണോ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണിൽ WHATSCAN ഫോർ വാട്സ്ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് WHATSCAN എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണ്. അടുത്തതായി WHATSCAN എന്ന ഈ ആപ്ലിക്കേഷന് പാറ്റേൺ ലോക്ക് വേണമോ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ നോ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് ജനറേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി അടുത്ത ഫോൺ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൺ എടുത്ത് അതിനകത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും വലതുഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് വെബ് എന്ന ഓപ്ഷൻ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ വലതുഭാഗത്ത് കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ആയൊരു QR സ്കാനർ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഈ QR സ്കാനർ ഉപയോഗിച്ച് നമ്മൾ ആദ്യം എടുത്ത ഫോണിലുള്ള QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ QR സ്കാനർ ഓപ്പൺ ചെയ്തത്. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഫോണിൽ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാട്സപ്പ് വന്നിരിക്കുന്നത് കാണാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഈ ഫോണിൽ മറ്റേ ഫോണിലെ എല്ലാ ചാറ്റുകളും വന്നിരിക്കുന്നതായി നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ചാറ്റുകൾ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായി ചാറ്റുകൾ കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ വളരെ പെട്ടെന്ന് വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനായി നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ചെയ്തതുപോലെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഒട്ടും മടിക്കണ്ട, നിങ്ങളുടെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ വാട്സപ്പ് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ലോഗ് ഔട്ട് ഫ്രം ഓൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് കൊടുത്ത് നിങ്ങൾ ഈ ഓപ്പൺ ചെയ്ത വാട്സപ്പ് അക്കൗണ്ട് എല്ലാം ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടാവും, വാട്സപ്പ് വെബ് എന്ന ഓപ്ഷൻ വാട്സപ്പിൽ എന്തിനാണെന്ന്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വാട്സപ്പ് വെബ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വാട്സപ്പ്, സ്വന്തം വാട്സപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിലെല്ലാം കാണിക്കുവാൻ സാധിക്കും. അതിനായി വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷനാണ് വാട്സപ്പ് വെബ് എന്നത്. എന്നാൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഇന്ന് പല ആളുകളും വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട് ആരും ഹാക്ക് ചെയ്യാതെ കാര്യങ്ങളെ മനസ്സിലാക്കുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.